ബജറ്റ് അവതരിപ്പിക്കാൻ പോവുകയാണ്. ഇതൊരു സവിശേഷമായ സാഹചര്യമാണ്. ഒന്ന്, അടുത്ത 1.25 വർഷത്തിനിടയ്ക്ക് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. രണ്ട്, ധനസ്ഥിതിയിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞെരുക്കങ്ങളുണ്ട്. ഇപ്പോൾ ഒരു ബാലൻസ് എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമാണല്ലോ. അപ്പോൾ എന്തായിരിക്കും ഫോക്കസ്? നമ്മൾ ഈ ഗവൺമെൻറ് LDF ഗവൺമെൻറ്റിൻ്റെ രണ്ടാം പിണറായി സർക്കാരിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളൊക്കെ മന്ത്രിമാരായത്. ഒന്നാം പിണറായി സർക്കാരിൻ്റെ സമയത്തായാലും അതിൻ്റെ തുടർച്ചയായിട്ട് ആദ്യമായിട്ടാണ് കേരളത്തിലൊരു ഗവൺമെൻറ് വരുന്നത്. അപ്പോൾ രണ്ടാം LDF ഗവൺമെൻറ് വന്നപ്പോൾ എപ്പോഴും സാധാരണ ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താൻ പറ്റുന്ന തരത്തിലേക്കുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ എല്ലാം ഉറപ്പാക്കി നടത്തിക്കൊണ്ട് അത് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ധാരാളം തൊഴിൽ സാധ്യത വേണം, വികസനം വേണം. നമ്മുടെ പുതിയ തലമുറയ്ക്ക് ഇവിടെ തന്നെ ജോലി ചെയ്യാനും അവർക്ക് പ്രതീക്ഷ നൽകാനും കഴിയണം. അതിന് പറ്റുന്ന തരത്തിലേക്കുള്ള വികസന കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതുതന്നെയായിരിക്കും വികസനത്തിനൊപ്പം നമ്മുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ ഉറപ്പാക്കുന്ന, എല്ലാവർക്കും കൈത്താങ്ങാവുന്ന, കരുതലും കൈത്താങ്ങും എന്ന നിലയിൽ തന്നെ ഗവൺമെൻറ് ഉണ്ടാവും. തോമസ് ഐസക്കിന് ഉണ്ടായിരുന്ന പല അഡ്വാൻറ്റേജസും താങ്കൾക്കില്ല. ഒന്ന്, റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ്, GST നഷ്ടപരിഹാരം. മുമ്പ് ഓഫ് ബജറ്റ് ബോറോവിങ് സാധ്യമായിരുന്നു, പക്ഷേ ഇപ്പോൾ അത് FRBM ആക്ടിൻ്റെ പരിധിയിൽപ്പെടുത്തിയതോടുകൂടി അത് സാധ്യമാവുന്നില്ല. അപ്പോൾ ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻസ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ കാല് കെട്ടിയിട്ട് ഓടാൻ വിധിക്കപ്പെട്ട ഒരു അവസ്ഥയിലാണ് ധനമന്ത്രി. കാല് കെട്ടിയിട്ട് ഓടുന്നതിനേക്കാളും കഷ്ടമാണ് കയ്യും കാലും കെട്ടിയിട്ട് വെള്ളത്തിയിട്ട് നീന്താൻ പറയുന്നത്. കാരണം ഓടുമ്പോൾ ഓടാൻ പറ്റുന്നില്ലെന്നേ ഉള്ളൂ, ശ്വാസം എടുക്കാം, പക്ഷെ വെള്ളത്തിലായാലോ ആ തരത്തിലാണെന്ന് പറയാം. കാരണം നേരത്തെയുള്ള ഗവൺമെൻറ്റിൻ്റെ സമയത്തുള്ളതിനേക്കാളും 57,000 കോടി രൂപയാണ് പ്രതിവർഷം നമുക്ക് കുറവ് വന്നത്, ചുരുക്കം വന്നത് 2016-21 ഗവൺമെൻറ്റിനേക്കാളും. അത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഏറ്റവും പ്രധാനം GST നടപ്പിലായത് ഈ ഘട്ടത്തിലാണ്. GSTയുടെ ഭാഗമായിട്ടുള്ള നഷ്ടം തന്നെ 12,000-13,000 കോടി ഒരു വർഷം വരും. നേരത്തെ അത് കിട്ടിക്കൊണ്ടിരുന്നു, ഇപ്പോൾ ഇല്ല. പിന്നെ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് ഇല്ല, കിഫ്ബിയുടെ പേരിൽ മാത്രം. അന്നൊക്കെ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിന് നമ്മൾ ഗവൺമെൻറ് ബഡ്ജറ്റിനകത്തല്ല. ഇപ്പോൾ ഒരു വർഷം 12,000 കോടിയിലധികമെങ്കിലും ബഡ്ജറ്റിൻ്റെ അകത്ത് സ്ക്യൂസ് വരും. ഇത് നേരത്തെ പറഞ്ഞ പോലെ CNAG റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അവർ മനഃപൂർവ്വം രാഷ്ട്രീയമായിട്ട് എടുത്തതാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ഇതിനൊപ്പമാണ് ശമ്പള പരിഷ്കരണം കൊടുത്തത് ആ ഗവൺമെൻറ് അവസാനത്തെ മാസമാണ്. എന്ന് പറഞ്ഞാൽ ഈ ഗവൺമെൻറ്റിൻ്റെ ആദ്യത്തെ മാസമാണ് കൊടുത്തു തുടങ്ങിയത്. 20,000 കോടിയുടെ അഡീഷണൽ ബർഡനാണ്. അതേപോലെ ഒരു 19,000 കോടിയാണ് PF പഴയതെല്ലാം കൂടി നമ്മുടെ DA അരിയേഴ്സ് എല്ലാം കൂടെ മെർജ് ചെയ്തത്. ഇതൊക്കെ ഏത് ഗവൺമെൻറ്റും ചെയ്യുന്നതാണ്. ഞാനതുകൊണ്ട് അതൊരു തുടർച്ചയാണ്. പക്ഷേ തുടർച്ചയായിട്ട് ഈ ഗവൺമെൻറ് അല്ല വന്നതെങ്കിൽ സാധാരണഗതിയിൽ LDF മാർ UDF വരുമ്പോൾ അവർ ധവളപത്രം ഇറക്കിയിട്ട് പറയും ടിക്കറ്റ് എടുക്കാൻ പോലും പൈസ ഇല്ല എന്ന് പണ്ട് ശ്രീ AK ആന്റണി പറഞ്ഞ ഒരു കഥ പ്രശസ്തമാണ്. ആരും വിമാന ടിക്കറ്റ് തരുന്നില്ല മുഖ്യമന്ത്രിക്ക്, അതുകൊണ്ട് ഞങ്ങൾ പലതും നിയന്ത്രിക്കും എന്ന് പറയുന്ന പോലെ LDF ഗവൺമെൻറ് അല്ലായിരുന്നെങ്കിൽ ഇതൊക്കെ ഫ്രീസ് ചെയ്ത് വെച്ചേനെ. LDF ഗവൺമെൻറ് തന്നെ ആയതുകൊണ്ട് അതിൻ്റെ കമ്മിറ്റ്മെൻ്റ് ഉണ്ട് നമുക്ക് തുടരാൻ. അത് തുടർന്നു എന്ന് മാത്രമല്ല, സക്സസ്ഫുള്ളായിട്ട് ഇതുവരെ വന്നു.